ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത നമ്മുടെ ഹണിമൂണിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണേ. ഞങ്ങൾ രണ്ടുപേരും ഹണിമൂണിനെ കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് രണ്ടുപേർക്കും മനസ്സിൽ ഒന്നിച്ചു വന്നൊരു ഐഡിയ ആണ് ബാലി എന്ന് പറയുന്നത്. ആൻഡ് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് ബാലി. അതുകൊണ്ട് നമ്മൾ ബാലി തന്നെ ചൂസ് ചെയ്തു. 7 days ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് 7 days മതിയാവില്ല നമുക്ക് ബാലി കണ്ടു തീർക്കാനായിട്ട്. അത്രക്കേറെ സ്ഥലങ്ങളുണ്ട് ബാലിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. എങ്കിലും മെയിൻ അട്രാക്ഷൻസ് ഒക്കെ കവർ ചെയ്ത് ഞങ്ങളൊരു ഐറ്റിനറി ഉണ്ടാക്കി. ഗൈഡിൻ്റെയോ ട്രാവൽ ഏജൻസിയുടെയോ ഒന്നും ഹെൽപ്പില്ലാതെയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ബുക്കിംഗ് ഒക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത്. ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ്. ട്രിവാൻഡ്രത്തു നിന്നാണെങ്കിലും കൊച്ചിയിൽ നിന്നാണെങ്കിലും ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഒന്നും ബാലിയിലേക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ബുക്ക് ചെയ്തത്. കണക്ഷൻ ത്രൂ സിംഗപ്പൂറോ അല്ലെങ്കിൽ മലേഷ്യ ഫ്ലൈറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾ ചൂസ് ചെയ്തത് മലേഷ്യ കണക്ഷൻ ഉള്ളൊരു ഫ്ലൈറ്റ് ആണ്. ആൻഡ് ലോങ് ലേ ഓവർ ഉള്ളൊരു ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മലേഷ്യ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പറ്റി. പെട്രോണാസ് ട്വിൻ ടവറും ബാത്തു കേവ്സിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ബാലിയിലെ ഡെൻപസർ എയർപോർട്ടിലാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ഇന്ത്യൻസിന് വിസ ഓൺ അറൈവൽ ആണ് ഇന്തോനേഷ്യയിൽ. പിന്നെ ഇ വിസ അവൈലബിൾ ആണ്. ഞങ്ങൾ ഇ വിസ എടുത്തിട്ടാണ് പോയത്. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ക്യൂ നിൽക്കേണ്ടി വരും. വിസ ഓൺ അറൈവലിന് ഒരു ലോങ് ക്യൂ ആണുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇ വിസ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിമ്മും നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തത്. ഒരാൾക്ക് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സിമ്മ്. അതിൻ്റെ ആവശ്യമുള്ളൂ. കറൻസി നമ്മൾ മുന്നേ തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മസ്റ്റായിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. ഇന്തോനേഷ്യൻ റുപ്പയാണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. ഒരുപാട് ലക്ഷങ്ങളാണ് ശരിക്കും കറൻസി നമ്മുടെ കയ്യിൽ കിട്ടുക. അതിൻ്റെ കൺവേർഷൻ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ക്ലൂക്ക് എന്നുള്ള ആപ്പ് വഴി ഞങ്ങൾ ടാക്സി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഉബുദിലേക്ക് ഞങ്ങൾ ആദ്യം പോയത് ഉബുദ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ലൊക്കേഷനിലാണ്. അവിടെയാണ് ഞങ്ങൾ 4 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ഓൺ ടൈമിൽ തന്നെ നമ്മുടെ ടാക്സി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ശരിക്കും ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ കൂടിയും ഞങ്ങൾ ഹോട്ടൽ റൂമിൽ എത്തിച്ചേരാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ബാലിയിൽ അത്രയ്ക്ക് തിരക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. ശരിക്കും 1 മണിക്കൂർ എത്തേണ്ടിയിരുന്ന സ്ഥലത്ത് ഞങ്ങൾ ശരിക്കും 2.5 മണിക്കൂർ 3 മണിക്കൂർ എടുത്തിട്ടാണ് ഹോട്ടൽ റൂമിൽ എത്തിയത്. ഹോട്ടൽ റൂംസ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് അഗോഡ എന്ന് പറയുന്ന ആപ്പ് വഴിയാണ്. അതും ഞങ്ങൾ മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതും വളരെ ചീപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 4 ദിവസം ഞങ്ങൾ ചിലവഴിച്ചത് ഉബൂദിലായിരുന്നു. ഉബൂദിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ടെമ്പിൾസും വാട്ടർഫോൾസും ആക്ടിവിറ്റീസും ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉബൂദ് ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണ്. ശരിക്കും പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് ഉബൂദ്. ഒരു ഗ്രാമപ്രദേശമാണ്. നമുക്ക് ഈ പോകുന്ന വഴികളിലെല്ലാം ഫുൾ മരങ്ങളും പാഡി ഫീൽഡും ഒക്കെയാണ് കാണാൻ പറ്റുക. പിന്നെ ഒരുപാട് ടെമ്പിൾസ് ഉണ്ട് ഉബൂദിൽ. ഇന്തോനേഷ്യ ശരിക്കും പറഞ്ഞാൽ ഒരു മുസ്ലിം കൺട്രി ആണെങ്കിൽ കൂടിയും ബാലി എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഹിന്ദുസ് ആണ് കൂടുതലുള്ളത്. കാരണം ഇവിടെ ഫുൾ ടെമ്പിൾസ് ആണ്. എവിടെ നോക്കിയാലും ടെമ്പിൾസ് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വീടുകൾ തന്നെ ഈ കൊത്തുപണികളുള്ള വീടുകളാണ്. ശരിക്കും ബാലിനീസ് കൾച്ചർ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ ഉബൂദിൽ തന്നെ സ്റ്റേ ചെയ്യണം. പിന്നെ ഇവിടുത്തെ വഴികളൊക്കെ ആണെങ്കിലും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള വഴികളാണ്. ഞങ്ങൾ ശരിക്കും സ്കൂട്ടർ എടുത്തിട്ടാണ് എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കൂട്ടർ റെൻറ്റിന് ഒരു ദിവസത്തേക്ക് 400 രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. അത് മിക്കവാറും ഉള്ള ഹോട്ടൽസ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇല്ലെങ്കിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് സ്കൂട്ടർ റെൻ്റ് എടുക്കാനായിട്ട്. കാരണം അവിടുത്തെ പെട്രോളിൻ്റെ ചാർജ് ആണെങ്കിൽ വളരെ ചീപ്പറാണ്. ലിറ്ററിന് 50 രൂപ മാത്രമേ വരുന്നുള്ളൂ. ബാലി പോകുന്നവർ മസ്റ്റായിട്ടും സ്കൂട്ടർ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യണം. ആൻഡ് ഇത് നമുക്ക് കൺവീനിയൻറ്റും ആണ്. എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകാനും ഭയങ്കര കൺവീനിയൻ്റ് ആണ് സ്കൂട്ടർ. അതല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഗോജക്, ഗ്രാബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഊബർ ടാക്സി പോലെ ടാക്സീസും അവൈലബിൾ ആണ്. ഞങ്ങൾ കൂടുതലും സ്കൂട്ടർ തന്നെയായിരുന്നു റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പെട്രോൾ സ്റ്റേഷൻസ് ആണെങ്കിലും പെട്രോൾ പമ്പുകളുണ്ട്. കൂടാതെ തന്നെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലെ ഈ പെട്രോൾ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ പോയാലും പെട്രോളും അവൈലബിൾ ആണ്. ഉബൂദിലെ ഈ കൾച്ചറും ഈ ബ്യൂട്ടിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഇവിടുത്തെ ഒരു പീസ്ഫുൾ എൻവയോൺമെൻറ്റ് അത് പറയാതിരിക്കാൻ വയ്യ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 3 ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് കൂട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഉബൂദിൽ നിന്ന് 35 കിലോമീറ്റർ മാറിയാണ് കൂട്ട എന്ന് പറയുന്ന സ്ഥലം. അത് നമ്മുടെ ഏകദേശം എയർപോർട്ടിന് അടുത്തായിട്ടാണ് വരുന്നത്. അവിടെ കൂടുതലുള്ളത് ബീച്ച്,
നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കൂട്ട എന്ന് പറയുന്നത്. പിന്നെ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറച്ച് കൂടുതലാണ് കൂട്ടയിൽ. കൂട്ടയിലെ ട്രാഫിക് കാരണം ഞങ്ങളുടെ ഒരു ആക്ടിവിറ്റി മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും ഈ ഇന്തോനേഷ്യയിലെ കൾച്ചറൽ ഡാൻസായ കെച്ചക് ഡാൻസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഉളുവാട്ടു ടെമ്പിളിലായിരുന്നു അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ട്രാഫിക് കാരണം ഞങ്ങൾക്ക് ആ സമയത്ത് അവിടെ എത്താൻ പറ്റിയില്ല. ശരിക്കും 1 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞങ്ങൾ പോയപ്പോൾ അതൊരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുത്തു അവിടെ എത്താനായിട്ട്. അപ്പോഴേക്കും അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടയിൽ നിന്നാണ് നമ്മൾ നുസ പെനിഡ ഐലൻഡിലേക്ക് 1 ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അത് വേറെ തന്നെ ഒരു ഐലൻഡാണ്. ആൻഡ് ബാലിയിൽ നിന്ന് നമുക്ക് ഫെറി ബുക്ക് ചെയ്യാൻ പറ്റും. ഫെറിയിലാണ് ഞങ്ങൾ നുസ പെനിഡ ഐലൻഡ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂട്ടർ റെൻ്റ് എടുത്തിട്ടാണ് ആ ഐലൻഡ് കറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് ബീച്ച് ഉണ്ട് കാണാനായിട്ട്. ആൻഡ് അതൊരു വിഷ്വൽ ട്രീറ്റ് തരുന്ന ഒരു ബീച്ചുകളാണ് അവിടെ ഉള്ളത്. നമ്മൾ ഈ പടങ്ങളിലും സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന ടൈപ്പ് ബീച്ചുകളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ നുസ പെനിഡ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഒരു ഡെവലപ്മെൻറ്റും വരാത്തൊരു ഏരിയ ആണ്. അവിടുത്തെ വഴികളെന്ന് പറയുന്നത് ഭയങ്കര നാരോ ആയിട്ടുള്ള വഴികളാണ്. അപ്പോൾ നമ്മൾ സ്കൂട്ടർ എടുത്ത് പോവുകയാണെങ്കിൽ തന്നെ കുറച്ച് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഈ വഴിയിലൂടെ ഒരുപാട് കയറ്റം ഇറക്കമൊക്കെ ഉള്ളൊരു ഏരിയ ആണത്. പിന്നെ നുസ പെനിഡ എന്ന് പറയുന്നത് നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് ഫോട്ടോ സ്പോട്ട് ഉണ്ട് അവിടെ. നുസ പെനിഡ മാത്രമല്ല, ബാലിയിൽ മൊത്തത്തിലും ഒത്തിരി ഫോട്ടോ സ്പോട്ട് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ട്രിപ്പിന് ഞങ്ങൾക്ക് മൊത്തത്തിൽ ചിലവായിരിക്കുന്നത് 1,00,000 രൂപയാണ്, ഇന്ത്യൻ റുപ്പി. 2 പേർക്ക് എയർ ടിക്കറ്റ് ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. അത്രയാണ് ഞങ്ങൾക്ക് ചിലവായിരിക്കുന്നത്. ഞങ്ങൾ വളരെ മുന്നേ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ഐറ്റിനറി പ്രിപ്പയർ ചെയ്ത് പോയതുകൊണ്ടും നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബാലി വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.